എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചെത്തുമാങ്ങ അച്ചാറാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചെത്തുമാങ്ങ അച്ചാറിൻ്റെ പ്രത്യേകത നമ്മൾ ആ ഒരു മാങ്ങ അരിഞ്ഞെടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ചെത്തിയെടുക്കുന്നതിൻ്റെ ഒരു സ്റ്റൈൽ അനുസരിച്ചാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത്. ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഓരോ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണ് ഇതിന് ഏറ്റവും നല്ലത്. അതുപോലെ തോലോട് കൂടിയാണ് ചെത്തിയെടുക്കേണ്ടത്. മാങ്ങ നന്നായി കഴുകി ഒട്ടും വെള്ളമില്ലാതെ ഇതുപോലെ ചെത്തിയെടുത്തതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 മാങ്ങയിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം മാങ്ങ ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മാങ്ങ അച്ചാർ ഇടുന്നത്. അതുപോലെ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു മാങ്ങ അച്ചാർ എടുത്തു തുടങ്ങേണ്ടത്. അപ്പോൾ ഇത് പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. ഒന്ന് കവർ ചെയ്തിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കാം. ഒരു ദിവസം കൊണ്ട് ഇതിലേക്ക് നന്നായി ഉപ്പെല്ലാം പിടിച്ച് ഉപ്പും അതുപോലെ മാങ്ങയിലേക്ക് കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഒരു ദിവസത്തിന് ശേഷം മാങ്ങയുടെ കളറെല്ലാം മാറി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അച്ചാർ ഇടേണ്ടത്. മാങ്ങയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ ആ ഉപ്പെല്ലാം നല്ലോണം പിടിച്ച് നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം മാത്രം ഉണ്ടാവും. ഇനി ഈ ഒരു ബൗളിൽ നിന്ന് മാങ്ങ ഒന്ന് മാറ്റി വയ്ക്കുക. ഇതിലുള്ള വെള്ളത്തിലേക്കാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു വെള്ളത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ബാക്കി 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അച്ചാറിന് നല്ല കളർ ഉണ്ടാവും, എരിവ് കുറവുമായിരിക്കും. ഒരുപാട് എരിവൊക്കെ വേണം എന്നുള്ളവർക്ക് മുഴുവനായിട്ട് ആ ഒരു മുളക് പൊടി ചേർക്കാം. എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് കശ്മീരി മുളക് പൊടി ചേർക്കാം, കളറും ഉണ്ടാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കായം ഒന്ന് വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക. ഇതും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുക. കടുക് കുറച്ചുകൂടി ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണേ ഉപയോഗിച്ചിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കേണ്ടത്. ഉലുവ കൂടുതലായാൽ ഇത് കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. പൊടിച്ചെടുത്ത കടുകും ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മിക്സ് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു കൂട്ടിലേക്ക് മാങ്ങ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മാത്രം മതി. നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്ന് തോന്നിയാൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു അച്ചാറിലേക്ക് വിനാഗിരി ചേർക്കുന്നില്ല, പകരമായിട്ട് എണ്ണ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഈ ഒരു അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൂടോടുകൂടി ചേർക്കരുത്. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ലെണ്ണ ചേർക്കുന്നത് ഈ അച്ചാർ പെട്ടെന്ന് കേടാവാതിരിക്കാനാണ്. പല സ്ഥലങ്ങളിലും പലതായിട്ടാണ് ചെത്തുമാങ്ങ അച്ചാർ ചെയ്യാറുള്ളത്. ചില സ്ഥലങ്ങളിൽ നല്ലെണ്ണ ചേർക്കാറില്ല. ഞാൻ പക്ഷേ പൊതുവെ അച്ചാറിൽ നല്ലെണ്ണ ചേർക്കാറുണ്ട് ഇതുപോലെയുള്ള ഇൻസ്റ്റൻറ്റ് അച്ചാർ ചെയ്യുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ കേടാവാൻ ചാൻസ് ഉണ്ട്. അച്ചാർ സൂക്ഷിക്കേണ്ടത് ഉള്ളിലെ വായു കടക്കാത്ത അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കുക. ഈ ഒരു അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. ഒരു 2 ആഴ്ച പുറത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം എടുത്താൽ മതി. അപ്പോഴേക്കും ഇതിലേക്ക് ആ ഒരു ഉപ്പും പുളിയും ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അതുപോലെ അച്ചാർ എടുത്ത് യൂസ് ചെയ്യുമ്പോഴും ഒട്ടും മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ജലാംശം ഇല്ലാത്ത സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക.
നല്ല രുചിയുള്ള ഒരു വെറൈറ്റി മാങ്ങാച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസിയാണ്, മാങ്ങ ഒക്കെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇനി മഴക്കാലമൊക്കെയാണ് വരുന്നത്, കഞ്ഞിക്കൊക്കെ കൂട്ടാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്